الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم أم لهم شركاء شرعوا لهم من الدين ما لم يأذن به الله ولولا كلمة الفصل لقضي بينهم وإن الظالمين لهم عذاب أليم സത്യ വിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ജീവിതാവസാനം വരെ തൗഹീദിൽ അടിയുറച്ചു നിന്ന് തഖ്വയോടെ ജീവിക്കുവാനും ഈമാനോടെ മരിക്കുവാനുമുള്ള മഹാഭാഗ്യം നൽകി റബ്ബ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ശൂറയിലെ 21-ാമത്തെ വചനമാണ് ഓതിവെച്ചത്. കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചത് മുഹറം മാസവുമായി ബന്ധപ്പെട്ട തെറ്റായ ധാരണകളും പ്രമാണങ്ങളായ രംഗത്ത് പഠിപ്പിക്കുന്ന വസ്തുതകളും എന്താണ് എന്നതാണ്. യഥാർത്ഥത്തിൽ എല്ലാ ദിവസവും എല്ലാ മാസവും എല്ലാ സ്ഥലങ്ങളുമെല്ലാം പടച്ച റബ്ബിന്റെ സൃഷ്ടികളാണ് എല്ലാം. പടച്ച റബ്ബല്ലാത്ത ബാക്കി മുഴുവനും അവന്റെ സൃഷ്ടികളാണ്. അല്ലാഹു ഖലഖകും വമാ തഅമലൂൻ. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, പടച്ച റബ്ബ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. വമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നവയെയും അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മെ മാത്രമല്ല പടച്ച റബ്ബ് സൃഷ്ടിച്ചത്. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ഓരോ ചെയ്തികൾ, ഇതെല്ലാം റഹ്മാനായ റബ്ബിന്റെ സൃഷ്ടിപ്പിന്റെ ഭാഗം തന്നെയാണ്. ദിവസങ്ങൾ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, മാസങ്ങൾ അവന്റെ സൃഷ്ടിയാണ്, സ്ഥലങ്ങൾ അവന്റെ സൃഷ്ടിയാണ്, എല്ലാം റബ്ബിന്റെ സൃഷ്ടികളാണ്. ഈ സൃഷ്ടികൾക്ക് സവിശേഷത കൽപ്പിക്കുവാനോ പ്രത്യേകമായ മഹത്വമുള്ള ദിവസമാണ്, സമയമാണ് എന്ന് പറയുവാനോ അത് നിശ്ചയിക്കുവാനോ ഉള്ള അധികാരം അല്ലാഹു തആലക്ക് മാത്രമാണ്.
പുതിയ ആളുകൾക്ക് ധാരണയുണ്ട്, പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നല്ല ദിവസമാണത്, അല്ലെങ്കിൽ ഇത് മോശപ്പെട്ട ദിവസമാണ്, ഈ സമയം മോശമാണ്, ആ ഡേറ്റ് മോശമാണ് എന്നൊക്കെ പറയുന്ന ശൈലികൾ സമൂഹത്തിൽ വ്യാപകമാണ്. കഴിഞ്ഞ ഖുതുബിൽ ഞാൻ സൂചിപ്പിച്ചു, നഹ്സുമായി ബന്ധപ്പെട്ട തെറ്റായ ധാരണകൾ. മുഹറം 1 മുതൽ 10 വരെ നഹ്സാണ്, ദുഷ്ടഗുണമാണ്, ബറക്കത്തില്ലാത്തതാണ് എന്നൊക്കെയുള്ള ധാരണ ആളുകൾക്കിടയിൽ ഉണ്ട്. അത് ശരിയല്ല എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ റബ്ബ് പടച്ച ഏത് പടപ്പിലും ഒന്നിന് മറ്റൊന്നിനേക്കാൾ ഏറെ സവിശേഷതയുണ്ട് എന്ന് പറയണമെങ്കിൽ അത് റബ്ബ് നിശ്ചയിക്കണം, അവൻ നമ്മെ അറിയിക്കണം വഹയിലൂടെ. ആ അടിസ്ഥാനത്തിലല്ലാതെ ഒരു സ്ഥലത്തിനോ സമയത്തിനോ സ്ഥലത്തിനോ ഒന്നും തന്നെ സവിശേഷതയിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല, അധികാരമില്ല. അല്ലാഹുവും റസൂലും പരിചയപ്പെടുത്തിയ മഹത്വമേറിയ ദിവസങ്ങളും സമയങ്ങളും സ്ഥലങ്ങളുമെല്ലാം ഉണ്ട്. മുഹറം മാസം പവിത്രമാണ് എന്ന് കഴിഞ്ഞ ഖുതുബിൽ നാം മനസ്സിലാക്കി. അത് എന്താണ് പവിത്രമാണെന്ന് പറയാൻ നമുക്കുള്ള മാനദണ്ഡം അത് നബിതങ്ങൾ പറഞ്ഞു എന്ന് തന്നെയാണ്. മിൻഹ അർബഅത്തുൻ ഹുറും, 4 മാസം ഹറാമായ വിശുദ്ധമായ പവിത്രമായ മാസങ്ങളാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ആ 4 ഏതാണ് എന്ന് ഹദീസിൽ വിശദീകരിക്കുകയും ചെയ്തു. ഈ വിശുദ്ധ ഖുർആനും ഈ ഹദീസും ഉള്ളത് കൊണ്ട് നമുക്ക് പറയാം മുഹറം പവിത്രമാണ്. ദുൽഹിജ്ജയും അതുപോലെ റജബുമൊക്കെ യുദ്ധം ഹറാമായ മാസങ്ങളാണ്, പവിത്രതയുള്ള മാസമാണ് എന്ന് പ്രമാണമുള്ളത് കൊണ്ട് നമുക്ക് പറയാം. റമദാൻ മാസം പവിത്രമാണ് എന്ന് നമ്മളൊക്കെ പറയുന്നത് എന്ത് അടിസ്ഥാനം? അല്ലാഹു തആല പരിചയപ്പെടുത്തി, അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പ്രത്യേകമായി അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് അത് പവിത്രമാണ്. വെള്ളിയാഴ്ചക്ക് സവിശേഷതയുണ്ട്, തിങ്കളാഴ്ചക്ക് സവിശേഷതയുണ്ട്. എന്താണ് മാനദണ്ഡം എന്ന് ചോദിച്ചാൽ അത് അല്ലാഹുവിന്റെ വഹ്യ് പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി പരിചയപ്പെടുത്തിയതാണ്. അതുപോലത്തെ സ്ഥലങ്ങൾ, പ്രത്യേകമായ പ്രദേശങ്ങൾ മഹത്വമുള്ള പവിത്രയായ ദിവസങ്ങളായി പഠിപ്പിക്കപ്പെട്ട മക്ക പവിത്രമാണ്, കഅബയും പവിത്രമാണ്. അതുപോലെ മിനയും മുസ്ദലിഫയും അറഫയും എല്ലാം പവിത്രമായ സ്ഥലങ്ങളാണ്. പള്ളികൾക്ക് പ്രത്യേകമായ സവിശേഷതയുണ്ട്. ഇതൊക്കെ ഉണ്ടെന്ന് പറയാൻ നമുക്കുള്ള തെളിവ് ഒന്നിന് വിശുദ്ധ ഖുർആനിലെ വചനങ്ങളാണ്, അതല്ലെങ്കിൽ പ്രവാചകരുടെ വചനങ്ങളാണ്. പള്ളികളെ പറ്റി വിധങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ പള്ളികളാകും. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ, അല്ലാഹു തആലക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങൾ ഓരോ നാട്ടിലെയും പള്ളികളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെട്ടു. ഇങ്ങനെ ഏതെങ്കിലും ഒരു സംഗതിക്ക് പ്രത്യേകമായ സവിശേഷതയുണ്ടെന്ന് പറയാൻ അവയുടെ സൃഷ്ടാവായ പടച്ച റബ്ബിന് മാത്രമാണ് അധികാരമുള്ളത്. അവന്റെ വഹ്യ് പ്രകാരം അവന്റെ പ്രവാചകർക്കുമാണ് അധികാരമുള്ളത്. അതല്ലാതെ മറ്റെന്തെങ്കിലും മാനദണ്ഡം വെച്ചുകൊണ്ട് ഇന്ന സ്ഥലം അത് നല്ല മഹത്വമുള്ള സ്ഥലമാണെന്നോ ഈ സമയം ഈ ദിവസം ആ ഡേറ്റ് സവിശേഷതയുള്ള സ്മരിക്കപ്പെടേണ്ടുന്ന പ്രത്യേകമായ ഇബാദത്തുകൾ കൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന സന്ദർഭങ്ങളാണ് മതപരമായി നിശ്ചയിക്കാൻ നമുക്ക് അധികാരമില്ല, അവകാശമില്ല. ഒരു മഹാൻ ജനിച്ചതുകൊണ്ട് ഒരു ദിവസത്തിന് മഹത്വം ഉണ്ടാവുകയില്ല. ഒരു മഹാൻ മരിച്ചതുകൊണ്ട് ഒരു ദിവസത്തെ പ്രത്യേകിച്ച് ദോഷമോ അത് നേട്ടമോ കൊണ്ട് ഉണ്ടാകുന്നുമില്ല. ഇത് പലപ്പോഴും അങ്ങനെയാണ്. പല ദിവസങ്ങളും മഹത്വമായി കണക്കാക്കാനുള്ള കാരണം അന്ന് ഇന്ന മഹാന്റെ ജന്മദിനമാണ്. അത് 12 നമ്മുടെ നാട്ടിൽ പൊതുവെ പുണ്യമുള്ള ദിവസമായി കണക്കാക്കുന്ന കാരണം പറയുക നബിതങ്ങൾ ജനിച്ച ദിവസമാണ് എന്നാണ്. അവിടെ 2 കാര്യം. ഒന്ന്, നബിതങ്ങൾ ജനിച്ചത് നബിയെ 12 തന്നെയാണോ എന്ന് പോലും മുസ്ലിം ലോകത്ത് ഏകാഭിപ്രായമുള്ള കാര്യമല്ല. നബിതങ്ങൾ ജനിച്ച കാലഘട്ടത്തിൽ അങ്ങനെ ഡേറ്റുകൾ രേഖപ്പെടുത്തി പോകുന്ന, ഡേറ്റ് നോട്ട് ചെയ്യുന്ന ഒരു സംവിധാനം തന്നെ ആ കാലഘട്ടത്തിൽ ഇല്ല. നമ്മൾ അടുത്ത ഈ കാലഘട്ടത്തിലാണ് അങ്ങനെ സിസ്റ്റം ഉണ്ടായത്. നമ്മളെ 1-2 തലമുറ അപ്പുറത്തുള്ള ആളുകൾക്ക് പോലും ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചാൽ പറയാൻ കഴിയണമെന്നില്ല. പ്രായമുള്ള ആളുകൾക്ക് ജനനത്തിൽ ചോദിച്ചാൽ എന്ത് ജനനത്തിൽ അതൊന്നും അറിയില്ല. അങ്ങനെ സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അടുത്ത കാലത്താണ് അതൊക്കെ കൃത്യമായി നോട്ട് ചെയ്ത് സ്ഥലവും ഡേറ്റും സമയമടക്കം രേഖപ്പെടുത്തി പോകുന്ന, അത് കാലാകാലം അങ്ങനെ ഓർമ്മിച്ചു പോകുന്ന ഒരു സംവിധാനം അടുത്ത കാലത്താണ് നിലവിൽ വന്നത്. നമ്മളൊക്കെ വാപ്പമാരോട് വല്യപ്പമാരൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചാൽ അറിയില്ല. ഏറി വന്നാൽ പറയും ഇന്നാള് മരിച്ചത് നിനക്ക് 10 വയസ്സാണ്, ഇവിടെ കെട്ടിച്ചത് നിനക്ക് 15 വയസ്സാണ്. ഇതാണ് അന്നത്തെ രീതി. അതല്ലാതെ ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്ന രീതികൾ അന്നുണ്ടായിരുന്നില്ല. ഒരു പ്രത്യേകം ശ്രദ്ധേയമായ ഒരു ദിവസത്തിലാണ് മരിച്ചത് ചോദിച്ചത് എങ്കിൽ അപ്പോൾ ഓർമ്മ റമദാൻ 1-നാണ്,
അല്ലെങ്കിൽ പെരുന്നാളിന്റെ അന്നാണ് എന്നൊക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ അതിന് പക്ഷെ പറയാമെന്നല്ലാതെ അല്ലാത്ത രീതിയിൽ അപ്പൊ നബിതങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെ സിസ്റ്റമില്ല. അതുകൊണ്ട് തന്നെ ഏത് മാസമാണ് ഏത് ദിവസമാണ് എന്നതും ചരിത്രത്തെ അങ്ങനെ ഭിന്നമായി രേഖപ്പെടുത്തിപ്പോന്ന കാര്യമല്ല നബിതങ്ങളുടെ ജന്മദിവസം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന ദിവസം മഹത്വമാണെന്ന് പറയുകയും അന്ന് പ്രത്യേകമായ ആഘോഷമാക്കി പ്രത്യേകമായ ഒരു ആരാധന വർദ്ധിപ്പിക്കാൻ ദിവസമാക്കി മാറ്റാൻ നമുക്ക് മതത്തിൽ അനുവാദമില്ല, അല്ലാഹു റസൂൽ പഠിപ്പിച്ചെങ്കിലല്ലാതെ. അതിനപ്പുറത്തേക്ക് ഒരു ദിവസത്തിനും സന്ദർഭത്തിനും നമുക്ക് സവിശേഷ കൽപ്പിച്ചുകൂടാ. ദിവസങ്ങൾ തന്നെ മഹത്വം കൽപ്പിക്കപ്പെടുന്ന ദിവസമുണ്ട്, അല്ലാത്ത ദിവസമുണ്ട്. സ്ഥലങ്ങൾ മഹത്വം കൽപ്പിക്കപ്പെട്ട് പഠിപ്പിക്കപ്പെട്ട ദിവസമുണ്ട്, അല്ലാത്ത ദിവസങ്ങളുണ്ട്. ഇത് അങ്ങനെ മഹത്വം കൽപ്പിക്കപ്പെട്ടാൽ തന്നെ അന്ന് എന്തു ചെയ്യണം അതും അല്ലാഹു റസൂലും പഠിപ്പിക്കണം. നമ്മുടെ വക ഉണ്ടാക്കാവുന്നത് വെള്ളിയാഴ്ച മഹത്വമുള്ള ദിവസമാണ്, നമുക്കറിയാം. അന്ന് എന്താ ചെയ്യേണ്ടത്, അന്ന് എന്താ വർദ്ധിപ്പിക്കേണ്ടത്? നിബിധങ്ങൾ പറഞ്ഞു, സലാത്ത് വർദ്ധിപ്പിക്കണം, അൽക്കൈഫ് സുന്നത്താണ്, അതുപോലെ ജുമാ നിസ്കാരം നിർബന്ധമാണ്, അത് ളുഹർ നിർബന്ധമില്ല, ളുഹർ ഇല്ല, പകരം ജുമയാണുള്ളത് തുടങ്ങി ഈ ദിവസങ്ങളിൽ ഉണ്ടാവേണ്ടതെല്ലാം അത് അല്ലാഹു റസൂലും പഠിപ്പിച്ചത്. അതിനപ്പുറത്ത് വെള്ളിയാഴ്ച നല്ല ദിവസമാണ് അവിടെ നോമ്പ് കഴിക്കാമെന്ന് പറഞ്ഞാലോ ആ നോമ്പ് ബിദ്അത്തായി മാറുമെന്നാണ്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നപ്പോൾ ഭാര്യ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ നോമ്പുകാരിയാണ്. ഇബ്രാഹിം ചോദിച്ചു, എന്താണ് എനിക്കൊരു നോമ്പ്? അവര് പറഞ്ഞു, ഒന്നല്ല നബിയെ, വെള്ളിയാഴ്ച ആണല്ലോ, നല്ല ദിവസമാണല്ലോ, ഒരു നോമ്പെടുത്തതാണ്. നബിയുടെ ചോദ്യം, നീ ഇന്നലെ നോമ്പെടുത്തിരുന്നുവോ? ഇല്ല, ഇന്നലെ നോക്കിയിട്ടില്ല. നാളെ നോക്കാൻ ഉദ്ദേശമുണ്ടോ? ഇല്ല, അതുമില്ല. വെള്ളിയാഴ്ച ആയതുകൊണ്ട് നോട്ടതാണ്. ആ നോമ്പ് നീ മുറിച്ചു കളയുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയ്ക്ക് നിർദ്ദേശം നൽകിയത് ഇമാം ബുഖാരി മുസ്ലിം അടക്കം ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക ഇബാദത്ത്, അന്ന് പ്രത്യേക സൂറത്ത് ഓതാൻ, ഒരു പ്രത്യേക ദിക്ർ ചൊല്ലാൻ, ഒരു പ്രത്യേകമായ ഇബാദത്ത് ചെയ്യാൻ വകുപ്പുണ്ടാകണമെങ്കിൽ അല്ലാഹു റസൂൽ പഠിപ്പിക്കണം. വെള്ളിയാഴ്ച അൽക്കൈഫ് ഓതണം, സുന്നത്താണ്. എന്താ പ്രമാണം? നബി തങ്ങൾ പറഞ്ഞു, ഹദീസിൽ വന്നു. വെള്ളിയാഴ്ച സ്വലാത്ത് വർദ്ധിപ്പിക്കണം, എന്താ അടിസ്ഥാനം? ഹദീസിൽ വന്നു, അതാണ് മാനദണ്ഡം. വെള്ളിയാഴ്ച പള്ളിയിൽ വേണം, ജുമുഅയിൽ പങ്കെടുക്കണം, ഖുത്ബ വേണം. ആരാ എന്താണ് അതിന് മാനദണ്ഡം? ഹദീസിൽ വന്നു, ഖുർആൻ എടുത്തു പഠിപ്പിച്ചു. ഇതാണ് മതപരമായ വിഷയം സ്ഥിരപ്പെടാനുള്ള അടിസ്ഥാനം. അതല്ലാതെ നല്ല ദിവസമല്ലേ, നല്ല സ്ഥലമല്ലേ, ആ മഹാൻ പോയപ്പോ ഇതിന്റെ സ്ഥലമാണല്ലോ, ഈ മഹാൻ പണ്ട് കടന്നു പോയപ്പോ ഇവിടെയാണ് ചവിട്ടിയത്, അവിടെയാണ് വിശ്രമിച്ചത്, ഇവിടെയാണ് താമസിച്ചത്, ഇതാ മഹാനുമായി ബന്ധപ്പെട്ട ശേഷിപ്പാണ്, ഇതാ മഹാന്റെ വസ്ത്രമാണ്, ഈ മഹാന്റെ തൊപ്പിയാണ് എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ഏതെങ്കിലും വസ്തുക്കൾക്കോ സ്ഥലങ്ങൾക്കോ സന്ദർഭങ്ങൾക്കോ സവിശേഷ കൽപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. അത് മക്കയുടെ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ആളുകൾ സ്വീകരിച്ചു പോന്ന രീതിയാണ്, യഹൂദികളും നസ്വാറാക്കളും സ്വീകരിച്ചു പോന്ന രീതിയാണ്. ഏതെങ്കിലും ഒരു മഹത്വമുള്ള സംഗതിയുമായി കണക്ട് ചെയ്ത് പലതിനും മഹത്വം കൽപ്പിക്കുന്ന രീതികൾ ആ കാലത്ത് ഉണ്ടായിരുന്നു. ദിവസങ്ങൾക്ക് സ്ഥലങ്ങൾക്കെല്ലാം അവരങ്ങനെ മഹത്വം കൽപ്പിച്ചു പോന്നു. പ്രത്യേകമായ ഇടങ്ങൾ മഹത്വമുള്ള ഇടങ്ങളായി കണക്കാക്കി മിക്കവാറും അവർ അതിനെ കണക്ട് ചെയ്തത് ഏതെങ്കിലും കാര്യപ്പെട്ട ആളുകൾ ജീവിച്ചു പോയ ഏതെങ്കിലും ഇടങ്ങൾ, അവർ സ്പർശനമേറ്റ സ്ഥലങ്ങൾ, അവർ വന്നിരുന്ന പ്രദേശങ്ങൾ, അവർ ജനിച്ച സ്ഥലങ്ങൾ, സമയങ്ങൾ, അവർ മരിച്ച സമയങ്ങൾ, ഇതെല്ലാം കണക്കാക്കി ആ ദിവസങ്ങൾക്കും ആ സമയങ്ങൾക്കുമെല്ലാം സവിശേഷ കൽപ്പിക്കുകയും എന്നിട്ട് പിന്നെ അതിൽ പ്രത്യേകമായ ചില ആണ്ടറികളായി കണക്കാക്കി അന്ന് പ്രത്യേകമായതല്ല ആരാധനാമുറകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന രീതികൾ അന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാം ആരംഗത്ത് പഠിപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനം വഹ്യാണ്, തഅബ്ബുദിയാണ്. അല്ലാഹു റസൂലും എന്ത് പഠിപ്പിച്ചോ അതേ അതിൽ സ്വീകരിക്കാവൂ. അല്ലാതെ ഒരാൾക്കും തന്നെ അതിൽ സ്വന്തമായി തീരുമാനമെടുക്കാൻ, അത് നിശ്ചയിക്കാൻ അധികാരമില്ല, അവകാശമില്ല എന്ന് വ്യക്തമായ പ്രമാണങ്ങൾ എന്നെ പരിചയപ്പെടുത്തുന്നു. അല്ലാഹു റസൂൽ അടുക്കൽ വന്നുകൊണ്ട് സ്വഹാബി ചോദിക്കുന്നു, നബിയെ, ഞാൻ ബുവാനായ സ്ഥലത്ത് വെച്ച് ഒരു മൃഗത്തെ വിതരണം ചെയ്യാൻ ഞാൻ മുമ്പ് തീരുമാനിച്ചിട്ടുണ്ട്, നബിയെ, ഞാൻ പൂർത്തിയാക്കേണ്ടതുണ്ടോ? നബി തങ്ങൾ ചോദിച്ചു, എന്താ ബുവാനൊക്കെ പ്രത്യേകത, എന്താ അവിടെ പോയി ചെയ്യാൻ പ്രത്യേകത? അവിടെ ജാഹിലിയ്യ കാലത്തുമല്ല ആഘോഷം നടന്ന സ്ഥലമാണോ എന്ന് നബി തങ്ങൾ ചോദിച്ചു. വല്ല ഈദും ഉണ്ടായിരുന്നുവോ? പഴയ കാലത്ത് വല്ല ആഘോഷ സ്ഥലമായി നിശ്ചയിച്ചു പോന്ന സ്ഥലമാണോ ബുവാന? അല്ല, അങ്ങനെയൊന്നുമില്ല. എങ്കിൽ അവിടെ വല്ല വിഗ്രഹങ്ങളും പഴയ സ്ഥാപിക്കപ്പെട്ടിരുന്നുവോ? അങ്ങനെ വിഗ്രഹം സ്ഥാപിച്ചാൽ ആ വിഗ്രഹത്തിന് മുമ്പിൽ അതിനുവേണ്ടി ബലിയർക്കുന്ന ശൈലികൾ പഴയ കാലത്തുണ്ട്. അങ്ങനെ വല്ല സ്ഥലവുമാണോ അത്? അല്ല, അതുമല്ല. എങ്കിൽ നേർച്ച നീ പൂർത്തിയാക്കിക്കൊള്ളുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം വരികയാണ്. അപ്പൊ ആ ഒരു സൂക്ഷ്മത ഇസ്ലാം കാണിച്ചിട്ടുണ്ട് എന്നർത്ഥം. അങ്ങനെ സവിശേഷ കൽപ്പിക്കാൻ വകുപ്പില്ല, അങ്ങനെ പ്രത്യേകമായ ഇടങ്ങളില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടെയുള്ളവർ ഒന്നിച്ച് യാത്ര പോകുമ്പോഴാണ് ഒരു മരത്തിനരികെ അവർ കടന്നുപോയി.
ആ മരം കണ്ടപ്പോൾ കുറെ ആളുകൾ ആ മരത്തിനടുത്തേക്ക് ഓടി ഉമർഖത്താബ് ചോദിച്ചു, എന്താണ് ഈ മരത്തിന്റെ പ്രത്യേകത? അവരിപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, അല്ലാഹു റസൂലുമായി നമ്മൾ കരാർ ചെയ്ത ബൈഅത്തുൽ റിദ്വാൻ എന്ന് കരാർ ചെയ്ത അത് ഈ മരത്തിന് ചുവട്ടിലായിരുന്നുവല്ലോ. വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ മരമാണ്. നബിയെ, താങ്കളുമായി അവർ ആ മരത്തിന് താഴെ കരാർ ചെയ്യുന്ന ആ സന്ദർഭം പടച്ചവൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നുവെന്നുള്ള ഖുർആനിൽ ആയത്തിറക്കിയ മരമാണ് ഈ മരം. ഈ മരമാണ് ഇത് എന്ന് അവർ ഓർമ്മയാക്കുമ്പോൾ ഉമർഖത്താബ് പറഞ്ഞു, നിങ്ങളെ മുൻഗാമികൾ ഇങ്ങനെയാണ് നശിച്ചത്. അമ്പിയാക്കന്മാരുടെ മഹാന്മാരുടെ കാൽപ്പാടുകളെ ഈ നിലയ്ക്ക് അവർ ഫോളോ ചെയ്യുകയും അതിന് മഹത്വം കൽപ്പിക്കുകയും ഇത് അവിടെ നിങ്ങൾക്ക് ഫലപരമായി കൊണ്ടുവരികയും ചെയ്ത വഴിയാണ് മുൻഗാമികൾ നശിച്ചുപോയത് എന്ന് പറയുകയും ഉമർഖത്താബ് പ്രത്യേകമായ കൽപ്പന പുറപ്പെടുവിക്കുകയും ആ മരം വേരോടെ പിഴുതെറിഞ്ഞുവെന്നാണ്. അത് മുറിച്ചു മാറ്റിയില്ല. മുറിച്ചു മാറ്റിയാൽ വീണ്ടും ഒരു പക്ഷേ വീണ്ടും അത് ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അടിമേലടക്കം പിഴുതെറിഞ്ഞ് ആ മരം തന്നെ ഉമർഖത്താബ് ഒഴിവാക്കിയിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് മുൻഗാമികൾ നശിച്ചത് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് കാണാൻ സാധിക്കുന്നു. ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട് ഏത് സ്ഥലമാകട്ടെ, ഏത് ദിവസമാകട്ടെ, ഏത് സന്ദർഭമാകട്ടെ, അതെല്ലാം സവിശേഷമാണെന്ന് പറയണമെങ്കിൽ അല്ലാഹു റസൂലോ പഠിപ്പിക്കണം. അന്ന് വല്ലതും ചെയ്യണമെങ്കിൽ അല്ലാഹു റസൂലോ പഠിപ്പിക്കണം. അത് പ്രത്യേകം സ്മരിക്കേണ്ട സന്ദർഭമാണെങ്കിൽ അല്ലാഹു റസൂലോ പഠിപ്പിക്കണം. അതല്ലാത്ത ആഘോഷങ്ങളില്ല, അല്ലാത്ത ആഘോഷ സന്ദർഭങ്ങളില്ല, അതല്ലാതെ പ്രത്യേക സ്മരണീയമായ ദിവസങ്ങളോ സമയങ്ങളോ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ഇങ്ങനെ നിശ്ചയിക്കപ്പെട്ടതുണ്ടോ അത് മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ അനുവാദമുള്ളത്. വഹ്യിൽ മാത്രം പരിമിതമാണ്, തഅബ്ബുദിയാണ്, തൗഖീഫിയാണ് എന്നൊക്കെ പറയും സാങ്കേതിക ഭാഷയിൽ. അഥവാ എന്താണോ വഹ്യിൽ സ്ഥിരപ്പെട്ടു വന്നത് അതിൽ മാത്രം പരിമിതപ്പെടുക. അതിനപ്പുറത്തേക്ക് പോകാൻ ഇത് മഹത്വമാണെങ്കിൽ എന്നാൽ അത് മഹത്വമാകണ്ടേ, ഇതിന് ബറക്കത്തുണ്ടെങ്കിൽ അതിനും ബറക്കത്തുണ്ടാവണ്ടേ എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കുപ്പായും അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമിനീരും മുടിയുമെല്ലാം സ്വഹാബത്ത് ബറക്കത്തിനായി ഉപയോഗിച്ചു വന്നു, ധാരാളം ഹദീസ് സ്ഥിരപ്പെട്ടു വന്നു. എന്നാൽ നബിക്കതുണ്ടെങ്കിൽ പിന്നെ ഇന്നാൾക്കും ഉണ്ടാകണ്ടേ, മറ്റാൾക്കും ഉണ്ടാകണ്ടേ എന്ന് പറഞ്ഞ് നബിയുമായി കമ്പയർ ചെയ്യാൻ പറ്റിയ ആരും ലോകത്തില്ല. നബിയോടെത്തുന്ന, നബിയുടെ സമീപത്തേക്ക് എത്തുന്ന ഒരു പടപ്പുമില്ലല്ലോ. അതുകൊണ്ട് ആ നബിയോട് ഖിയാസാക്കി, നബിയോട് കമ്പയർ ചെയ്ത് എന്നാ ഇയാളുടെ കുപ്പായത്തിന് മഹത്വമുണ്ട്, എന്നാ ഇയാൾക്ക് ഇരുന്ന സ്ഥലത്തിന് മഹത്വമുണ്ട് എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല എന്നർത്ഥം. ഈ അസുര് ഈ അടിസ്ഥാനം മനസ്സിലാക്കിപ്പോയില്ല എങ്കിൽ പല കാരണങ്ങളാൽ പലതിനും പലപ്പോഴും മഹത്വം കൽപ്പിക്കപ്പെടുകയും അതൊക്കെ മതത്തിൽ നമ്മുടെ വക കൂട്ടിച്ചേർക്കലായി മാറുകയും ചെയ്യും. അങ്ങനെ മതത്തിൽ കൂട്ടിച്ചേർക്കാൻ നമുക്ക് അവകാശമില്ല, അനുവാദമില്ല. ഇതിന്റെ അസുര് അടിസ്ഥാനം ഗ്രഹിക്കുകയും അത് പ്രകാരം ജീവിതത്തെ ക്രമീകരിക്കാൻ നാം പരിശ്രമിക്കുകയും ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരന്മാരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഓതിവെച്ച ആയത്തിൽ അല്ലാഹു തആല ചോദിക്കുന്നത്, അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ലം ബിഹില്ലാ. അല്ലാഹുവിന്റെ മതത്തിൽ അല്ലാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ മതനിയമം ഉണ്ടാക്കാൻ അവകാശമുള്ള വല്ല പങ്കുകാരും അവർക്കുണ്ടോ എന്നാണ്. ദീൻ നിശ്ചയിക്കാനുള്ള അധികാരം അല്ലാഹുക്ക് മാത്രമാണ്. ആ ദീനിൽ ഒന്ന് പിന്നെ കൂട്ടിച്ചേർക്കാൻ അധികാരമുള്ള ആരുമില്ല. ആ അധികാരം വകച്ചു കൊടുത്താൽ അവൻ ശരീക്കായി, ശുറക്കായി, പങ്കുകാരനായി മാറിയെന്നാണ് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ നിങ്ങൾക്ക് വല്ല പങ്കുകാരുമുണ്ടോ? അം ലഹും ശുറക്കാ, അവർക്ക് വല്ല പങ്കുകാരുമുണ്ടോ, ശരീക്കന്മാരുമുണ്ടോ? ശറഉ ലഹും മിനദ്ദീൻ, അവർക്ക് ദീനിൽ ശരീഅത്താക്കി കൊടുക്കുന്ന, നിയമമാക്കി കൊടുക്കുന്ന വല്ല പങ്കുകാരുമുണ്ടോ? മാ ലം യഅ്ലം ബിഹില്ലാ, പടച്ച റബ്ബ് അനുവദിച്ചിട്ടില്ലാത്ത, അനുവദിക്കാത്ത കാര്യങ്ങളെ അങ്ങനെ നിയമമാക്കി കൊടുക്കാൻ പറ്റാവുന്ന ശരീക്കന്മാർ, ശുറക്കാർ, പങ്കുകാർ അവർക്കുണ്ടോ എന്ന് അല്ലാഹു തആല നിഷേധഭാവത്തിൽ
ചോദിക്കുകയാണ്. അങ്ങനെ ഒരു പങ്കുകാരനുമില്ല, അല്ലാഹ്ക്ക് ഒരു പങ്കുകാരനുമില്ല. വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹ് ഏകനാണ്. ലാ ശരീക ലഹ്, അവന് പങ്കുകാരില്ല. ആ പങ്കുകാരന്റെ റോളാണ് പലപ്പോഴും സമൂഹത്തിൽ നിന്ന് പലരും നിർവഹിക്കുന്നത്. പ്രത്യേകമായ നിസ്കാരം ഉണ്ടാക്കി കൊടുക്കുന്ന മനുഷ്യന്മാർ വരെയുണ്ട്. പ്രത്യേകമായ ദിക്ർ ഉണ്ടാക്കി കൊടുക്കുക, പ്രത്യേകമായ ദുആ ഉണ്ടാക്കി കൊടുക്കുക, പ്രത്യേകമായ സ്വലാത്ത് ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് പറയാ, ഈ സ്വലാത്ത് എല്ലാ തിങ്കളാഴ്ചയും ചൊല്ലിയാൽ ഇന്ന മെച്ചമുണ്ട്, ഈ ദിക്ർ ഇന്ന ദിവസങ്ങൾ ചൊല്ലിയാൽ ഇന്ന നേട്ടമുണ്ട്, ഈ പ്രാർത്ഥന കടം വീടാൻ നല്ലതാണ്, ഈ പ്രാർത്ഥന മുറാദ് ഹാസിലാകാൻ നല്ലതാണ്, ഈ ദിക്ർ രാവിലെ വൈകുന്നേരം ചൊല്ലിയാൽ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകും, ഇനി ഇന്ന സമയത്ത് ചൊല്ലിയാൽ ഇന്ന നേട്ടമുണ്ടാകും. ഇങ്ങനെയൊക്കെ പറയാൻ ആർക്കും അധികാരമില്ല, ആർക്കും അധികാരമില്ല, ആർക്കും അവകാശമില്ല. ആ അധികാരം പടച്ച റബ്ബിന് മാത്രമേ ഉള്ളൂ. അത് ഉണ്ടാക്കിയവരാൾക്ക് അവകാശം വകവെച്ചു കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ അധികാരമാണ്. ദീൻ നിർമ്മിക്കാനുള്ള, ശരീഅത്ത് നിയമങ്ങൾ നിശ്ചയിക്കാനുള്ള അധികാരമാണ് അറിഞ്ഞോ അറിയാതെയോ റബ്ബല്ലാത്തവർക്കവൻ ഇവിടെ വകവെച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒന്നില്ല. അതുകൊണ്ട് ഏത് ഇബാദത്തും ഇബാദത്താകണമെങ്കിൽ പ്രമാണങ്ങളെ പിൻബലം അതിന് വേണം എന്ന് അല്ലാഹു തആല ഖുർആനിൽ അറിയിക്കണം, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ വഹ്യ് പ്രകാരം അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കണം. അതല്ലാത്ത ഒന്നില്ല. ഒരു ഇബാദത്തും അത് ഉണ്ടാക്കാൻ അധികാരമില്ല. ഒരു പുതിയ നിസ്കാരം ഉണ്ടാക്കാൻ വകുപ്പില്ല. നിസ്കാരമില്ലേ, എന്താ കുഴപ്പം എന്ന് ചോദിക്കാൻ പറ്റില്ല. ഏതായാലും ഇപ്പൊ നോമ്പല്ലേ, നമുക്കത് നോക്കാം എന്ന് പറഞ്ഞ് ഇല്ലാത്ത നോമ്പുകൾ ആരോ പിൽക്കാലത്തും വ്യത്യസ്തമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിവിട്ടടക്കമുള്ള നിസ്കാരങ്ങളും നോമ്പുകളുമുണ്ട്. അതൊന്നും മതമായി സ്വീകരിക്കാൻ നമുക്ക് അവകാശമില്ല. പ്രത്യേക സ്വലാത്ത് ഉണ്ടാക്കുക, നാരിയാ സ്വലാത്തും ജമാലിയാ സ്വലാത്തും താജ് സ്വലാത്തും അടക്കമുള്ള സ്വലാത്ത് അങ്ങനെ പലരായും ഉണ്ടാക്കപ്പെട്ട സ്വലാത്തുകളാണ്. അതേപോലെ പ്രത്യേകമായ നോമ്പുകൾ, ഖലാത്ത് നോമ്പ്, മിറാജ് നോമ്പ്, 96 നോമ്പ് അടക്കമുള്ള നോമ്പുകൾ അങ്ങനെ വന്നവയാണ്. നാം മുഹറം 9 10 സുന്നത്താണ്. എന്താ വ്യത്യാസം? ഒന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്, മറ്റത് പിൽക്കാലത്ത് വന്നതാണ്. അതാണ് വ്യത്യാസം. ഇഷ്ടംപോലെ പഠിപ്പിക്കപ്പെട്ട ഇബാദത്തുകൾ ഉണ്ടായിരിക്കെ തന്നെ അതിലുമെല്ലാം ആളുകൾ വഴിമാറി അല്ലാത്തതിനേക്കാൾ ആവേശപൂർവ്വം പോകും. പഠിപ്പിക്കപ്പെടാത്തതിനാണ് ആവേശം കൂടുക. അതങ്ങനെ തന്നെയാണ്. ഏതൊരാളും മതത്തിൽ ബിദ്അത്ത് പുതുതായി കൊണ്ടുവന്നാൽ അല്ലാഹു തആല സുന്നത്തിൽ നിന്ന് സമാനമായത് എടുത്തൊഴിവാക്കാതിരിക്കുകയില്ല എന്നാണ് സ്വഹാബിമാർ നമ്മെ പഠിപ്പിച്ചത്. ഒരു ബിദ്അത്ത് പുതുതായി കൊണ്ടുവന്നാൽ പടച്ച റബ്ബ് അവനിൽ നിന്ന് സമാനമായ സുന്നത്തിനെ ഒഴിവാക്കും. അപ്പൊ ഇല്ലാത്ത നോമ്പിന് ആവേശം കാണിക്കുമ്പോൾ ഉള്ള നോമ്പിന് ആവേശം കുറയും. ഇല്ലാത്ത നിസ്കാരത്തിന് ആവേശം വർദ്ധിക്കുമ്പോൾ ഉള്ള നിസ്കാരം നിസ്കരിക്കാൻ ആവേശം കുറഞ്ഞു പോകും. ഇല്ലാത്ത ദിക്റും സ്വലാത്തുമാണ് ജീവിതത്തിലെമ്പാടും ചെയ്തു കൂട്ടുന്നെങ്കിൽ അല്ലാഹു റസൂൽ പഠിപ്പിച്ച ദിക്റും സ്വലാത്തും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതിന് ആവേശം ഉണ്ടാവും. ആ സ്വലാത്ത് അവൻ ചൊല്ലൂല. സിയാറത്ത് ടൂറിനെമ്പാടും പോണ മനുഷ്യന്മാർ ശരിയായ സിയാറത്തിന് അവരെ കിട്ടൂല. അവർക്ക് ആവേശം. എന്നാൽ വിവേക്കപ്പെട്ട സിയാറത്ത് യാത്രകളാണെങ്കിലോ എത്ര പണവും ചെലവഴിക്കും, എവിടെയും പോയിക്കോളും, അതിൽ വല്ലാത്ത ആവേശമാണ്. തിങ്കളാഴ്ച വ്യാഴാഴ്ച നോമ്പെടുക്കാനില്ലാത്ത ആവേശം മിറാജ് നോമ്പിലും ഖലാത്ത് നോമ്പിലും അവർ കാണിക്കും. തഹജ്ജുദ് നിസ്കരിക്കാനും ദുഹാ നിസ്കരിക്കാനും എല്ലാമുള്ള അതിനൊന്നും ഇല്ലാത്ത ആവേശം പലപ്പോഴും വ്യാജമായി ഉണ്ടാക്കിവിട്ട ആ നിസ്കാരങ്ങൾക്കുണ്ടാവും. ഈ സംരംഭങ്ങളിൽ ദാനധർമ്മ സുഖങ്ങൾ നൽകാൻ ഇല്ലാത്ത ആവേശം തെറ്റായ നേർച്ചകൾക്ക് വേണ്ടി പണം കൊടുക്കാൻ ആളുകൾ കാണിക്കും. അതൊരു റബ്ബിന്റെ സുന്നത്താണ്, അവന്റെ ഒരു നടപടിക്രമമാണ്. ഒരു ബിദ്അത്ത് കൊണ്ടുവരുന്നുവെങ്കിൽ സമാനമായ സുന്നത്തിനെ അല്ലാഹു തആല എടുത്തൊഴിവാക്കാതിരിക്കുകയില്ല എന്ന് ഇബ്നു മസ്ഊദിനെ പോലെയുള്ള സ്വഹാബിമാർ താബിഈങ്ങൾ എല്ലാം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഈ അടിസ്ഥാനം പ്രധാനമാണ്. മലത്തിൽ കാര്യമുണ്ടെന്ന് പറയണമെങ്കിൽ അല്ലാഹു റസൂലോ പഠിപ്പിച്ചു തരണം, അല്ലാതെ നമുക്ക് പറയാൻ അവകാശമില്ല. ഏതാവട്ടെ, എന്തിനാവട്ടെ, ഏത് ഇബാദത്താവട്ടെ, അത് ഇബാദത്താകണമെങ്കിൽ ഈ രണ്ട് അടിസ്ഥാനം വേണം. ഒന്ന് ഇത്തിബാഅ് വേണം, അഥവാ നബിയോട് പിൻപറ്റിക്കൊണ്ടാവണം അത് ചെയ്യേണ്ടത്. അല്ലാഹു പഠിപ്പിച്ച പോലെ, നബി തങ്ങൾ പഠിപ്പിച്ച പോലെ തന്നെയാകണം അത് ചെയ്യേണ്ടത്. അല്ലാത്ത കാലത്തോളം അത് ഇബാദത്തായി സ്വീകരിക്കപ്പെടുകയില്ല. ഈ പഠിപ്പിക്കപ്പെട്ടതിൽ പോലും ചില മാറ്റം വരുത്താൻ നമുക്ക് അവകാശമില്ല. ഒരു വചനം അധികം ചേർക്കാൻ അവകാശമില്ല. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉള്ള പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക വജ്ജഹ്തു വജ്ഹി ഇലൈക എന്ന പ്രാർത്ഥന നബി തങ്ങൾ പഠിപ്പിച്ചു. അത് പഠിച്ച സ്വഹാബി പിന്നീട് നബിയോട് ഒന്ന് പറഞ്ഞു, നബിയെ ഞാൻ ആ പ്രാർത്ഥന ചൊല്ലാം, നിങ്ങളൊന്ന് നോക്കണം. ചൊല്ലിക്കൊടുത്തു തിരിച്ചങ്ങോട്ട്. അങ്ങനെ അവസാന ഭാഗമെത്തിയപ്പോൾ വബി നബിയിക്കല്ലദീ അർസൽത എന്ന് പറയുന്ന സ്ഥാനത്ത് ആ സ്വഹാബി പറഞ്ഞത് വബി റസൂലിക്കല്ലദീ അർസൽത എന്നാണ്. നബിയിക്ക എന്ന വാക്കിന്റെ സ്ഥാനത്ത്
റസൂലിക്ക എന്ന പദമാണ് ഉപയോഗിച്ചത്. നബി ഞങ്ങൾ തിരുത്തില്ല. നബിക്കല്ല, അങ്ങനെയല്ല ഞാൻ പഠിപ്പിച്ച, അങ്ങനെയല്ല ഞാൻ പഠിപ്പിച്ചത്. നബി നബിയിക്ക എന്നാണ്, നബി റസൂലിക്ക എന്നല്ല. കാരണം നബി ഞങ്ങൾ പഠിപ്പിച്ചതല്ല, വഹ്യ് പ്രകാരം പഠിപ്പിച്ചത്. നബി നബിയുടെ വക ഉണ്ടാക്കി പഠിപ്പിക്കൂല ദീനിയൊരു കാര്യം. അത് വഹ്യ് പ്രകാരമേ പറയൂ. അതാണ് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ. സൂറത്തുൽ നജ്മിലെ 3-4 ആയത്തുകൾ. സ്വന്തം ഇഷ്ടപ്രകാരം നബിതങ്ങൾ മതം പറയുകയില്ല, സംസാരിക്കുകയില്ല, വഹ്യ് അടിസ്ഥാനമാക്കിയിട്ടല്ലാതെ. അല്ലാഹു റസൂലിന്റെ വക ഒരു സ്വലാത്ത് ഉണ്ടാക്കിയിട്ടില്ല, നബിയുടെ വക ഒരു ദിക്റും ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം വഹ്യ് പ്രകാരമാണ്. എങ്കിൽ നബിക്കില്ലാത്ത അധികാരം പിന്നെ എങ്ങനെയാണ് ശേഷിക്കാരായ പലർക്കും ഉണ്ടാവുക? അങ്ങനെ ഒന്നില്ല. ഓരോരുത്തരും ഉണ്ടാക്കൽ 33 വക, 44 വക, 55 വക, 555 വക എന്നൊക്കെ പല വ്യത്യസ്തമായ വകകൾ ഏടുകളായും പാട്ടുകളായും നെയ്ത്തുകളായും മാലയായും മൊഴിയായും അങ്ങനെ ഓരോരുത്തരും ഉണ്ടാക്കിവിട്ട് അതൊക്കെ പണം കൊടുത്തു വാങ്ങി അതൊക്കെ ചൊല്ലിത്തീർത്ത് അതൊക്കെ ചൊല്ലിയ കൂലി കിട്ടും, ഇതൊക്കെ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്ന മറ്റിലാണ് ആളുകളെ പലപ്പോഴും അത് സ്വീകരിക്കുന്നത്. അങ്ങനെ ഒന്നില്ല. അല്ലാഹു റസൂലും പഠിപ്പിക്കാത്ത ഒരു ദിക്റല്ല, ഒരു സ്വലാത്തല്ല. ആ അടിസ്ഥാനത്തിൽ കൊണ്ടാവണം. അല്ലാഹു റസൂലും പഠിപ്പിച്ചതോ അല്ലെങ്കിൽ പഠിപ്പിച്ച അടിസ്ഥാനം അംഗീകരിക്കുന്നതോ ആയ ദിക്റുകൾ, ദുആയുടെ തസ്ബീഹുകൾ, സ്വലാത്തുകൾ അതേ നമുക്ക് അവകാശമുള്ളൂ. അല്ലാത്തതൊന്നും ദീനായി സ്വീകരിക്കാൻ നിർവാഹമില്ല. ആ അടിസ്ഥാനം മനസ്സിലാക്കിയില്ല എങ്കിൽ അറിയാതെ ബിദ്അത്തുകളിൽ ചെന്ന് ചാടുകയും ആ ബിദ്അത്തുകളെല്ലാം ഒരുപക്ഷേ നമ്മുടെ എല്ലാം നഷ്ടപ്പെടാൻ നിമിത്തമായി മാറുകയും ചെയ്തേക്കാം. ആ നിലക്ക് മതം ശരിയായ ബേസിൽ നിന്നുകൊണ്ട് പഠിക്കാൻ നാം പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك.